ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 2 ഓഫ് ആർ ഇറ്റലി ട്രിപ്പ്. ഇന്ന് നമ്മൾ പോകുന്നത് വെനിസിലേക്കാണ് കേട്ടോ. രാവിലെ 4 മണിക്കൊക്കെ എണീക്കാമെന്ന് വിചാരിച്ച് അലാം സ്നൂസ് ചെയ്ത് അവസാനം എണീറ്റപ്പോൾ 5 മണിയായി. കാരണം നമുക്ക് ലേക്ക് കോമോയിൽ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ രാത്രി മൂവിയൊക്കെ കണ്ട് കിടന്ന് ഹെയ്സൂനെ ആയാലും രാത്രിയൊക്കെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് 4 മണിക്ക് എണീറ്റപ്പോൾ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത്. ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റു, എനിക്കാണല്ലോ റെഡിയാവാൻ കുറച്ചും കൂടെ സമയം വേണ്ടി വരാം. അങ്ങനെ അത് എണീറ്റ് ഞാൻ പലക്ക് തേച്ച് വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ട്രിപ്പിന് വന്നപ്പോൾ ഇതുപോലത്തെ ട്രാവൽ സൈസ് കണ്ടെയ്നേഴ്സിൽ നമ്മുടെ ബോഡി വാഷ്, ബോഡി ലോഷൻ, ഹെയ്സൂൻ്റെ ബോഡി വാഷ്, എല്ലാ സാധനങ്ങളും ഇതുപോലത്തെ കണ്ടെയ്നേഴ്സിലാക്കി കൊണ്ടുകൊണ്ട് എനിക്ക് കുറേ സ്പേസ് ലാഭിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഒരു 10 ഡേ ട്രിപ്പൊക്കെ ആയിരുന്നെങ്കിലും അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള അത്രയും സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കണ്ടെയ്നേഴ്സും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ പെട്ടെന്ന് റെഡിയായി ഹെയ്സൂനൊക്കെ റെഡിയാക്കി ഇറങ്ങി. ലെക്കോന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 hours ട്രാവൽ ഉണ്ട് വെനിസിലേക്ക്. നമ്മൾ ലെക്കോയിൽ എയർബിഎൻബി എടുക്കാൻ കാരണം ലേക്കോമോന്ന് നമുക്ക് 4.5 hours ഡ്രൈവാണ്. അപ്പം നമുക്ക് ലേക്കോമോയിൽ എയർബിഎൻബി എടുത്താൽ പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് 4.5 hours നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ തലേദിവസം കുറച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ, അതായത് വെനിസിൻ്റെ റൂട്ടിലേക്ക് കിടക്കുന്ന രീതിയിൽ എയർബിഎൻബി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 hour ഹെഡ് ഓഫ് ടൈം ആയിരിക്കുമല്ലോ പിറ്റേ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ലെക്കോയിൽ എടുത്തത്. അങ്ങനെ വെനിസിലേക്കാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഓൺ ദ വേ നമ്മുടെ പ്ലാനിലൊക്കെ ഇത്തിരി മാറ്റം വന്നു. അത് ഞാൻ എന്താണെന്ന് വഴിയെ പറയാം. ബട്ട് ഫോർ നൗ ഞങ്ങളിതേ ഓൺ ദ വേ ഉള്ള സീനറിയൊക്കെ കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇത്തിരി മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്തിരി പേടിച്ചു വെനിസിൽ മഴയായിരിക്കുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലേക്കോമോൻ്റെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇറ്റലി വിസിറ്റ് ചെയ്യാൻ ഓട്ടം സീസൺ പിക്ക് ചെയ്തതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം. കാരണം ഞങ്ങൾ സ്പെയിനിൽ ഇങ്ങനത്തെ ഓട്ടം കളേഴ്സ് കണ്ടിട്ടില്ല. ഇറ്റലിയിൽ അത്ര ഭംഗിയായിരുന്നു ട്രീസ് കാണാനായിട്ട്. ആക്ച്വലി വെനിസിലേക്ക് പോകുന്ന റൂട്ടിനേക്കാളും ഡോളോമിത്തീസ് വിച്ച് ഇസ് ആ ഡേ 3 അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. പക്ഷേ യെസ്, നമ്മൾ 4 ദിവസം ഇതുപോലത്തെ സീനറി കണ്ടുകൊണ്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് വീഡിയോയിലൊന്നും ഇതിൻ്റെ പകുതിയുടെ ഭംഗി കാണുന്നില്ല വീഡിയോസിൽ. ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഹെയ്സു പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കമായി. ഞാനും ഒരു 1 hour ഉറങ്ങിപ്പോയി. പിന്നെ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും എണീറ്റത്. നമ്മൾ ഇറ്റലിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെൻ്റ് കാർ ആയതുകൊണ്ട് തന്നെ ഓരോ സിറ്റി എൻ്റർ ചെയ്യുമ്പോഴും ഇതുപോലത്തെ ടോൾസിൽ ടിക്കറ്റ്സ് കിട്ടും. അതുപോലെ എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ ടിക്കറ്റ്സ് വെച്ചിട്ട് തന്നെ പേ ചെയ്യുന്ന പോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോളിന് ഓൾമോസ്റ്റ് ഒരു 20 to 25 euros ഇടയിലാണ് റേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത് ടോളിൻ്റെ പ്രൈസ്. അങ്ങനെ വെനിസിലേക്ക് ഒരു 1 hour ഉള്ളപ്പോൾ പാതുവ സ്പോട്ട് ചെയ്തു കേട്ടോ നമ്മൾ മാപ്പിൽ. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 15 minute ഉള്ളൂ എക്സിറ്റ് ചെയ്യുന്നത് നമ്മുടെ സെയിൻറ്റ് ആൻ്റണിയുടെ റിമെയിൻസ് വെച്ചിരിക്കുന്ന പള്ളിയിലേക്ക്. കാത്തലിക്സിനൊക്കെ അറിയായിരിക്കും സെയിൻറ്റ് ആൻ്റണിയുടെ ഹോം ടൗൺ ആണ് പാതുവ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഡൈവേർഷൻ എടുത്തിട്ട് അന്തോണിസ് പുണ്യാളനെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാതുവയിലേക്ക് എക്സിറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടുത്തെ റോഡ്സൊക്കെ. പിന്നെ ഇറ്റലിയിൽ ZTL എന്ന് പറഞ്ഞ സോൺസ് ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും നമ്മുടെ കാർസോ അങ്ങനത്തെ പേഴ്സണൽ ട്രാൻസ്പോർട്ടൊന്നും അലൗഡ് അല്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാവും, ട്രാംസ് അതുപോലെ ബസ്സസ് അതൊക്കെ ഉണ്ടാവും. പക്ഷേ ZTL സോൺസിലേക്ക് നമ്മുടെ കാർസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, നല്ല ഫൈൻ കിട്ടും. അപ്പോൾ നമ്മുടെ പള്ളി ഇരിക്കുന്നത് ZTL സോണിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ സോണിൻ്റെ തൊട്ട് പുറത്തുള്ളൊരു പെയ്ഡ് പാർക്കിങ്ങിൽ കാർ ഇട്ടിട്ട് നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1 kilometer നമുക്ക് നടക്കാനുണ്ടായിരുന്നു. പക്ഷെ നടന്നു വന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് എബി അവളോട് ട്രെയിൻ നോക്കാൻ പറയുമ്പോൾ ഹീസ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അവിടുത്തെ ഒരു ട്രാമാണ് കേട്ടോ. നമ്മളങ്ങനെ നടന്ന് ഫൈനലി നമ്മൾ പള്ളിയിലെത്തി. ഇതാണ് സെയിൻറ്റ് ആൻ്റണിയുടെ പള്ളി. പള്ളിയുടെ അകത്ത് ക്യാമറ അലൗഡ് അല്ല എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് പള്ളിയുടെ ഉള്ളിൽ എടുത്തില്ല. അവിടെ എല്ലാവരും ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നിർത്തി. കാരണം സെയിൻറ്റ് ആൻ്റണിയുടെ ടൂം സ്റ്റോണുമ്പോൾ നമുക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹേസുവിൻ്റെ കുഞ്ഞിക്കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളവിടെ എത്തിയ ഉടനെ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുർബാന ഫുൾ കൂടാമെന്ന്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മളവിടുത്തെ റെലിക്സൊക്കെ കണ്ട് പള്ളിയൊക്കെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കണ്ട് നമ്മൾ ഇറങ്ങി. അവിടെ പുറത്ത് സെയിൻറ്റ് ആൻ്റണിയുടെ രൂപങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് 2 രൂപയൊക്കെ വാങ്ങിച്ച് വീണ്ടും പാർക്കിങ്ങിൻ്റെ സ്പോട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയി. അങ്ങനെ പാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ടിക്കറ്റ് കിട്ടും കേട്ടോ. ഇത് അവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പാർക്കിംഗ് സ്പേസ് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത്.
ചുറ്റുമണി ഉറങ്ങാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ കാത്തലിക് കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ അവർക്ക് എല്ലാവർക്കും ഒരു ഫേവററ്റ് സെയിൻറ്റ് ഉണ്ടാവും. എൻ്റെ ഫേവററ്റ് സെയിൻറ്റ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒബ്വിയസ് ആണ്, പക്ഷേ വിശുദ്ധ അന്തോണിസ് പുണ്യാളനായിരുന്നു. പക്ഷെ അതിലുപരി എനിക്ക് അന്തോണിസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ കാണാതായ സാധനങ്ങളുടെ പുണ്യാളൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അമ്മ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാതായിട്ട് അമ്മ പറയാറുണ്ട്, അന്തോണിസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചോ അപ്പോൾ കണ്ടുപിടിച്ച് തരും എന്നൊക്കെ. അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടുള്ളൊരു സ്നേഹമാണെന്ന് തോന്നുന്നു. 10-25 കൊല്ലമായി അന്തോണിസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല പാതുവയിലോട്ട് വരാൻ പറ്റുമെന്ന്. ഞങ്ങൾ വെനിസിലോട്ട് പോകുന്ന റൂട്ടിൽ പാതു കണ്ടപ്പോൾ വെറുതെ ബസിലിക്ക ഓഫ് സെയിൻറ്റ് ആൻ്റണി അടിച്ചു നോക്കിയപ്പോൾ വെറും 15 മിനിറ്റേ ഉള്ളൂ നമ്മൾ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ. സോ വി തോട്ട് ഇത്രയും അടുത്ത് വന്നിട്ട് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ബസിലിക്കയിൽ പോയി, കുർബാന കൂടാൻ പറ്റി, കുർബാന സ്വീകരിക്കാൻ പറ്റി. അങ്ങനെ കുർബാന സ്വീകരിക്കാൻ പറ്റി, അവിടുത്തെ റെലിക്സ് ഒക്കെ കാണാൻ പറ്റി. സെയിൻറ്റ് ആൻ്റണിയുടെ അഴുകാത്ത നാവ്, പിന്നെ അവിടുത്തെ നമ്മുടെ സെയിൻറ്റ് ആൻ്റണിയുടെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് റെലിക്സ് ഉള്ള സ്ഥലം കാണാൻ പറ്റി. അങ്ങനെ ഭയങ്കര ഒരു പീസ്ഫുൾ കാമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഒക്കെ ഒരു കൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുർബാന കൂടുമ്പോൾ എക്സാക്ട്ലി ഏത് പോയിൻ്റാണ്, എന്ത് പ്രാർത്ഥനയാണ് അവർ അപ്പോൾ ചെല്ലുന്നത്. ഇറ്റാലിയൻ ആയാലും ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഡേ. കാരണം നോ റിഗ്രറ്റ്സ് അബൌട്ട് ബീയിങ് ലേറ്റ് ടു വെനിസ്. പെട്ടെന്നൊരു സഡൻ ചേഞ്ച് ഓഫ് പ്ലാൻ ആയിരുന്നെങ്കിലും ഹീസുവിനെയും സെയിൻറ്റ് ആൻ്റണീനെ കാണിക്കാൻ പറ്റിയതിൽ അങ്ങനെ ഫൈനലി നമ്മൾ വെനിസിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു 12-12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അഗൈൻ ZTL സോണിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെയുള്ളൊരു പെയ്ഡ് പാർക്കിംഗ് ബിൽഡിങ്ങിൽ കാർ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഒരു പീപ്പിൾ മൂവർ എടുത്തിട്ടാണ് ആ ഒരു മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ആ ഒരു റിയാൾട്ടോ ബ്രിഡ്ജ്, ഗ്രാൻഡ് കനാലൊക്കെയുള്ള ആ ഒരു സ്പോട്ടിൽ അവിടേക്ക്. ഈ പീപ്പിൾ മൂവർ എന്ന് പറയുന്നത് ട്രെയിനും അല്ല മെട്രോയും അല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ഇതിന് നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, നമ്മുടെ ഫോൺ തന്നെ സ്കാൻ ചെയ്ത് പേ ചെയ്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് നമ്മളൊരു 5-10 മിനിറ്റ്സ് റൈഡ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 euro പെർ പേഴ്സൺ ആയിരുന്നു ഇതിൽ പോകാനുള്ളൊരു ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കൊക്കെ എനിക്ക് നല്ല വിശപ്പ് തുടങ്ങി. എബിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം ആദ്യം നമ്മൾ നിർത്തിയൊരു ഫ്യൂവൽ സ്റ്റേഷനില്ലേ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ, അവിടെ എബി എന്നെ വിളിച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്, കോഫിയും ക്രോസോണൊക്കെ കഴിക്കാനായിട്ട്. പക്ഷേ അപ്പോൾ എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല, കാരണം തലേദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, ബ്രെഡ്, മുട്ട, കുറച്ച് കുറയ്ക്കാനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഞാൻ ഇടയ്ക്കെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് കഴിച്ചതുകൊണ്ട് എനിക്ക് അപ്പോൾ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായി. പിന്നെ വെനിസിൽ നമുക്ക് കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന നല്ല റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെനിസിൽ അടിപൊളി ഫുഡാണെന്ന് കുറേ വ്ളോഗേഴ്സ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുറേ പേര് ലഗേജസൊക്കെ തൂക്കി പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും വിചാരിച്ചു കേട്ടോ കാർ എടുത്തത് ഭാഗ്യം എന്ന്. കാരണം ഒരിക്കലും നമുക്ക് വെനിസിൽ ഈ ലഗേജ് ഒന്നും കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനത്തെ ഗൊണ്ടോള റൈഡ്സ്. അങ്ങനെ വെനിസിനെ കുറിച്ചുള്ള റിസർച്ചിലാണ് എനിക്ക് മനസ്സിലായത് ഈ ഗൊണ്ടോള ഓടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്കില്ലാണ്. അതിൽ 200-ൽ താഴെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ഗൊണ്ടോള ഡ്രൈവേഴ്സ് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇവർക്കൊരു സ്പെഷ്യൽ യൂണിഫോം ഒക്കെ ഉണ്ട്. ആൻഡ് അതിൽ പകുതി പേരും ആൻസിസ്ട്രലായിട്ട് ഇവരുടെ ഫാമിലി വഴി കൈമാറി വരുന്ന ഒരു സ്കില്ലാണ് ഈ ഒരു ഗൊണ്ടോള ഓടിക്കുക എന്നുള്ളത്. ആൻഡ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറിയിരുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാക്കി ആളൊരു ഇന്ത്യൻ പാട്ടൊക്കെ പ്ലേ ചെയ്തോട്ടെ. Cartoons like PJ Masks. Let's watch one called when we change it into their costumes. That's the first one they do. What's up, guys? Yeah, but when Archie picked up on the floor, Leo picked him on the feet. He drops it, it's gone, right?
middle. ഇതാണ് നന്നായിട്ടുണ്ടായിരുന്ന അതാണ് നന്നായിട്ടുണ്ടായിരുന്നത് അതന്നെ ഇത് പ്രൈസൊക്കെയാണോ അതൊക്കെ മീൻസ് ഇതിൻ്റെ ഒപ്പം തരില്ലല്ലോ. ഓരോന്നായിട്ട് റിസർവ് ചെയ്തോ. അങ്ങനെയുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഈ സോസ് ഉണ്ടല്ലോ, അതിപ്പോൾ പാസ്തയുടെ കേസിലാണെങ്കിൽ സോസ് അല്ലെങ്കിൽ ഏത് ഡിഷാണെങ്കിലും ബാക്കി വരുന്ന ആ ഒരു ഗ്രേവി ഇതുപോലെ ബ്രെഡ് കൊണ്ട് വടിച്ച് കഴിക്കുന്നത് ഇറ്റാലിയൻസിൻ്റെ ഒരു ട്രഡീഷനാണ് കേട്ടോ. അതിൻ്റെ ഒറിജിൻ ഇറ്റലിയാണ്, പക്ഷേ സ്പെയിനിലും ഞാൻ കണ്ടിട്ടുണ്ട് മിക്ക റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്ന ഡിഷല്ലാണ്ട് ആദ്യമേ അവർ കുറച്ച് ബ്രെഡ് കൊണ്ടു വെക്കും. അത് നമുക്ക് അവസാനം ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ട്രഡീഷനായിട്ട് തോന്നി എനിക്ക്. സൂപ്പറായിട്ടുള്ളത് ഇഷ്ടമായോ? ഒന്നും കൂടി അത് പിഴിഞ്ഞു പിന്നെ പിന്നെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ നോക്കി. അങ്ങനെ നല്ലൊരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഹീസോനെ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് ഫീഡ് ചെയ്തായിരുന്നു. നമ്മുടെ ലേക്കോമോൻ്റെ വ്ളോഗിൽ ഞാൻ പറയാൻ മറന്നൊരു കാര്യം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹീസോനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒബ്വിയസ്ലി. പക്ഷേ ഹീസോ ഹങ്കർ ക്യൂസ് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശന്നിട്ട് കരയാമെന്നൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ കിട്ടുന്നൊരു സ്പോട്ടിൽ ഇരുന്ന് അവളെ ഫീഡ് ചെയ്യാറുണ്ട്. എനിക്ക് യൂറോപ്പിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ പബ്ലിക്കിൽ ചെയ്യാനായിട്ട് ആർക്കും ഒരു മടി ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെയും ആലോചിക്കും. പക്ഷേ ഇവിടെ പബ്ലിക്കിലിരുന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹീസോനെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ 6 monthsന് താഴെയുള്ള ഇൻഫൻസ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഇത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അവർക്ക് എക്സ്ട്രാ ഫുഡോ ഒന്നും ക്യാരി ചെയ്യേണ്ട, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് ഫീഡ് ചെയ്യാം. ആൻഡ് അവരുടെ കാര്യം ഒക്കെ സെറ്റാണ് എപ്പോഴും. അങ്ങനെ ഞങ്ങളിതേ നടന്ന് റിയാൾട്ടോ ബ്രിഡ്ജ് എത്തി. ഞങ്ങൾ വിചാരിച്ചത് ഗ്രാൻഡ് കനാലും റിയാൾട്ടോ ബ്രിഡ്ജും വേറെ സ്ഥലങ്ങളാണെന്നാണ്. പക്ഷേ നമ്മുടെ ഗ്രാൻഡ് കനാലിനെ സ്പാൻ ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജിനെയാണ് റിയാൾട്ടോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന കനാലിനെയാണ് ഗ്രാൻഡ് കനാൽ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ നിന്നുള്ളൊരു വ്യൂ. പിന്നെ ഈ സ്ഥലത്തൊരു ബിലീഫ് ഉണ്ട് കേട്ടോ. 2 ലവേഴ്സ് ഒരു ഗൊണ്ടോളയിൽ ഈ ഗ്രാൻഡ് കനാൽ പാസ് ചെയ്ത് റിയാൾട്ടോ ബ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ച് സൺസെറ്റിൻ്റെ സമയത്ത് വെൻ ദ ക്ലോക്ക് സ്ട്രൈക്സ് ആൻഡ് ഇഫ് ദേ കിസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദേ വിൽ ബി ഗ്രാൻറ്റഡ് ഇറ്റേണൽ ലവ്, ദാറ്റ് ദേ ലവ് ഫോർ എവർ. മിത്താണ്, പക്ഷേ രസമില്ലേ കേൾക്കാൻ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ വെനിസ് വിസിറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എവിടെയൊക്കെ പോവാം എന്നുള്ള ലിസ്റ്റ് എടുത്തപ്പോൾ അധികം സ്ഥലങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. ആകെ കണ്ടത് ഗ്രാൻഡ് കനാൽ, സെൻറ്റ് മാർക്ക് സ്ക്വയർ, റിയാൾട്ടോ ബ്രിഡ്ജ്, ഡോജസ് പാലസ്, അങ്ങനത്തെ ഒരു 4-5 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ കുറേ വീഡിയോസും വ്ളോഗ്സൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സിറ്റി ഭയങ്കര ഓവർ ഹൈപ്ഡ് അല്ലേ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ വെനിസിനെ കുറിച്ച് വായിച്ച് വന്നപ്പോഴാണ് ഈ സ്ഥലം കാണാനുള്ള കൗതുകം കൂടിക്കൂടി വന്നത്. കാരണം എന്താണെന്ന് അറിയോ, വെനിസ് ഇസ് കോൾഡ് ദ ഫ്ലോട്ടിംഗ് സിറ്റി ഫോർ എ റീസൺ.
സിറ്റി ഓഫ് കനാൽ, സിറ്റി ഓഫ് ബ്രിഡ്ജസ് എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫ്ലോട്ടിംഗ് സിറ്റി എന്ന് പറയാൻ കാരണം ഇസ് ബിക്കോസ് ദിസ് സിറ്റി ഈസ് ബേസിക്കലി ബിൽറ്റ് ഓൺ വാട്ടർ. അതായത് ഓൾമോസ്റ്റ് 1500 ഇയേഴ്സ് അഗോ ബാർബേറിയൻ ഇൻവേഷൻ്റെ സമയത്ത് റെഫ്യൂജീസ് വന്നിട്ട് ഈ ഒരു വെനിസ് സിറ്റി ഉണ്ടാവുന്നതിന് മുന്നേ ഇതൊരു മഷി ലാൻഡായിരുന്നു. അതായത് മഡ്, ക്ലേ ആൻഡ് വാട്ടർ മാത്രമുള്ളൊരു ഷിഫ്റ്റിംഗ് ലഗൂണായിരുന്നു ഈ ഒരു സ്ഥലത്ത്. അവിടെ മില്യൺസ് ഓഫ് വുഡൻ പൈൽസ് അടിച്ചിറക്കി അതിൻ്റെ മേലൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഈ ഒരു സിറ്റി പണിതുയർത്തിയേക്കുന്നത്. ക്വൈറ്റ് അൺബിലീവബിൾ, റൈറ്റ്? എനിക്കും ഭയങ്കര പാടായിരുന്നു ഇത് വിശ്വസിക്കാൻ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും വന്നു, അതെങ്ങനെയാണ് വുഡുമേ ഇത്രയും വലിയൊരു സിറ്റി നിൽക്കുന്നതെന്നൊക്കെ. പിന്നെയാണ് വുഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോൾ അണ്ടർ വാട്ടർ വിതൗട്ട് എനി ഓക്സിജൻ വുഡ് ഡസൻറ്റ് ഡിപ്ലീറ്റ്. ആൻഡ് മാത്രമല്ല, ഓവർ ടൈം, ഓവർ ദി ഇയേഴ്സ്, വെൻ ഇറ്റ്സ് ഇൻ കോൺസ്റ്റൻറ്റ് കോൺടാക്ട് വിത്ത് വാട്ടർ, ബേസിക്കലി അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇറ്റ് ബിക്കം സ്റ്റോൺ ലൈക്ക്. അങ്ങനെ ആ ഒരു ഫൗണ്ടേഷനിലാണ് ഇത്രയും വലിയൊരു സിറ്റി ഇങ്ങനെ നിൽക്കുന്നത്. ആൻഡ് ഓബ്വിയസ്ലി ഇവിടെ റോഡ്സ് ഒന്നുമില്ല. ആൻഡ് എല്ലാം വരുന്നത് വെള്ളത്തിൽ കൂടെയാണ്. അതിപ്പോൾ ആംബുലൻസ് ആവട്ടെ, ടാക്സി ആവട്ടെ, ആമസോൺ ഡെലിവറി ആവട്ടെ, പോലീസ് ആവട്ടെ, എല്ലാം വരുന്നത് വെള്ളത്തിൽ ബോട്ടിൽ കൂടെയാണ്. ആൻഡ് ഞങ്ങൾ ഈ സ്ട്രീറ്റ്സിൽ കൂടെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിനൊക്കെ വെള്ളത്തിൻ്റെ അവിടെ തന്നെ ഡോറ് വെച്ചേക്കാണ്. അതായത് ബോട്ടിൽ കസ്റ്റമേഴ്സ് വരും, ബോട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, സ്റ്റെപ്പ് കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി അവരുടെ ബോട്ട് എടുത്തിട്ട് അവർ വീട്ടിൽ പോകും. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊരു ഡിഫറെൻറ്റ് ലൈഫാണ് ഈ വെനിസിലെ നേറ്റീവ്സൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? ആൻഡ് ഓൾമോസ്റ്റ് 1500 ഇയേഴ്സ് അഗോ ഇത്രയും വലിയൊരു എൻജിനീയറിങ് ബ്രില്യൻസാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം റീസണാണ് വെനിസ് വിസിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു നെയ്ബർഹുഡിലൊക്കെ നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ സെൻറ്റ് മാർക്ക് സ്ക്വയറിലെത്തി. സെയിൻറ്റ് മാർക്കിൻ്റെ റെലിക്സ് ഇരിക്കുന്ന പള്ളി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, കാരണം പെയ്ഡായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രാവുകളെയൊക്കെ ഒന്ന് കളിപ്പിച്ച് സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഞങ്ങൾ ഇറങ്ങി. സെയിൻറ്റ് മാർക്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഇൻ വെനിസ്. ആൻഡ് ഡോജസ് പാലസ് ആണ് ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ്. ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തില്ല. ആൻഡ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 2-3 ടൈംസ് ആ ഒരു സ്ഥലം ഫ്ലഡ് ആവാറുണ്ട്. കാരണം ഓബിയസ്ലി ലോവസ്റ്റ് പോയിൻ്റ് ആണ്, അതിന് ചുറ്റിനും വെള്ളം കൂടിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കാനറിജിയോ എന്ന് പറഞ്ഞ നെയ്ബർഹുഡൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണാനായിട്ട് നടക്കാൻ ഇറങ്ങി. ഞങ്ങൾ അവിടെ ചെന്നത് ഒക്ടോബർ 31 ആയിരുന്നു കേട്ടോ. അതായത് ഹാലോവീൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആവും തോറും അവിടെ ഹാലോവീൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട്, മാസ്ക്സൊക്കെ ഇട്ട് ട്രിക്ക് ഓർ ട്രീറ്റിന് നടക്കുന്ന കുറേ പേരെ കണ്ടു. അവിടുത്തെ നെയ്ബർഹുഡിലെ ആൾക്കാരെ തന്നെ കണ്ടു. നല്ല രസമായിരുന്നു ആൻഡ് ഡിഫറെൻ്റ് ആയിരുന്നു അതൊക്കെ കാണാനായിട്ട്. അങ്ങനെ കാനറിജിയോ എന്ന് പറയുന്ന നെയ്ബർഹുഡിലൊക്കെ നടന്ന് ഞങ്ങൾ ഈ തിയേറ്ററോ ഇറ്റാലിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലെത്തി. ഇത് ആക്ച്വലി ഒരു തിയേറ്ററായിരുന്നു. തിയേറ്ററിനെ അവർ സൂപ്പർ മാർക്കറ്റാക്കി കൺവേർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഉള്ളിലത്തെ ഇൻറ്റീരിയേഴ്സൊക്കെ ഒരു തിയേറ്റർ പോലെയും, പക്ഷേ ഉള്ളിൽ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിലത്തെ ഗ്രോസറി സ്റ്റഫൊക്കെ ആയിരുന്നു. അങ്ങനെ രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ചെറിയൊരു പർച്ചേസൊക്കെ നടത്തി അവിടെ നിന്ന് ഇറങ്ങി.
നൈസ്. നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്തെന്ന് ഓർമ്മയില്ല. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തു മതിയായി. കാലൊക്കെ ലെഗ്സ് ആർ ഓൺ ഫയർ. കിട്ടിപ്പോയി ഗായ്സ്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് നമ്മൾ കാലത്ത് കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങി. ട്രോൺചെറ്റോ എന്നാണ് കേട്ടോ ആ ഒരു പോയിൻറ്റിൻ്റെ പേര്. അവിടെ തന്നെ തൊട്ടടുത്തുള്ളൊരു പാർക്കിംഗ് സ്പേസിലാണ് നമ്മുടെ കാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ കാറ് അന്വേഷിച്ച് കുറച്ച് നേരം നടന്നു. പക്ഷേ കാറ് ഫൈനലി നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഒരു 45 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു അടുത്ത എയർബിഎൻബിയിലേക്ക്. അങ്ങനെ കുറച്ച് രാത്രിയായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. എല്ലാം അവർ മറ്റേ മെയിൽ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എയർബിഎൻബി. ഇതൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ആൻഡ് ഞങ്ങളുടെ 3 ദിവസത്തെ എയർബിഎൻബി സ്റ്റേയിൽ എനിക്കും മേബിക്കും ഒരുപോലെ ഫേവററ്റ് ആയിട്ട് തോന്നിയൊരു സ്റ്റേ ഇതായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര കോസി ആയിട്ടാണ് അവർ വീട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറത്തേക്കുള്ള വ്യൂ ആണ്. പക്ഷേ രാത്രി ഞങ്ങളതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് വി വോക്ക് അപ്പ് ടു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ. അത് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം. ബട്ട് ഫോർ നൗ ഞങ്ങൾ നല്ലൊരു ഹോട്ട് ഷവറൊക്കെ എടുത്ത് ഹീസോനെയൊക്കെ കുളിപ്പിച്ച് അവളെ ഉറക്കി ഞങ്ങൾ കപ്പ് നൂഡിൽസൊക്കെ കഴിച്ച് നെറ്റ്ഫ്ലിക്സിലൊരു മൂവിയൊക്കെ കണ്ടിട്ടാണ് ഡേ 2 അവസാനിപ്പിച്ചത്. ആൻഡ് ഡേ 3ക്ക് വേണ്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഡോളോമൈറ്റ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. ആൻഡ് എൻ്റെ ഫേവററ്റ് ലൊക്കേഷൻ ഓഫ് ദ ട്രിപ്പ് ഡോളോമൈറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോളോമൈറ്റ്സ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഡേ 3ൽ കാണാം. സോ ഫോർ നൗ ഗുഡ് നൈറ്റ്.